ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജഃ സംഹാരി വീര്യം വിമലമവിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഘാസദാശ്രയർ അഖിലവിത് അസിനത്ക്വാപി തേ സംഘവാർത്ത തദ്വാദാകാരവാസിന്മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസേ. ആചാര്യൻ ഈ ശ്ലോകത്തിലൂടെ ഭഗവാന്റെ സ്വരൂപത്തെപ്പറ്റിയും മാഹാത്മ്യത്തെപ്പറ്റിയുമാണ് വർണ്ണിക്കുന്നത്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം, വൈരാഗ്യം തുടങ്ങിയ തികച്ചും ഏത് ദേവനിൽ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവനെ ഭഗവാൻ എന്ന് അറിയപ്പെടുന്നു. ഷഡ്ഗുണ സമ്പൂർണനാണ് ഭഗവാൻ. അത് അങ്ങയിൽ പൂർണ്ണമായും ദൃശ്യമാണ് ഗുരുവായൂരപ്പ. അങ്ങയുടെ ഐശ്വര്യം ശങ്കരാദി ദേവന്മാരെ പോലും നിയന്ത്രിക്കുന്നതാണ്. അങ്ങയുടെ വീര്യം സൂര്യാഗ്നി തേജസ്സിനെ പോലും കീഴ്പ്പെടുത്തുന്നതാണ്. അങ്ങയുടെ യശസ് നിസ്സംഗരായ ഋഷികളാൽ പ്രകീർത്തിക്കപ്പെടുന്നതുമാണ്. ശ്രീ ഭഗവതി സദാ അങ്ങയുടെ ആശ്രയത്തിലാണ് ഉള്ളത്. അങ്ങ് സർവജ്ഞനാണ്. അങ്ങറിയാതെ ഒന്നും ഈ ലോകത്തിൽ നടക്കുന്നില്ല, നടന്നിട്ടുമില്ല. അങ്ങയ്ക്ക് ഈ ലോകത്തിൽ ഒന്നിനോടും ഒരു ബന്ധവുമില്ല. അങ്ങ് നിസ്സംഗനാണ്. അതിനാൽ അങ്ങ് മാത്രമാണ് ഭഗവാനേ എന്ന ശബ്ദത്തിന് തികച്ചും അർഹനായിട്ടുള്ളത്. ഭഗവത്തിൻ്റെ അല്ലെങ്കിൽ ഭഗത്തിൻ്റെ ഉടമ ആരാണോ അത് ഭഗവാൻ. ശ്രീ ഗുരുവായൂരിൽ അധിവസിക്കുന്ന ഭഗവാൻ പരബ്രഹ്മസ്വരൂപനാണ്. ആ പരബ്രഹ്മത്തിൽ നിന്നാണ് ത്രിമൂർത്തികളും ത്രിദിവവും തുടങ്ങി പുൽക്കൊടി വരെ രൂപപ്പെട്ടിരിക്കുന്നത് എന്ന സത്യം ഇവിടെ ബോധിപ്പിക്കുന്നു. ഈ ലോകത്തിന് മൊത്തം നിയന്ത്രിക്കുന്നതും ലോകത്തിൻ്റെ പൂർണ്ണ ചൈതന്യവും ഭഗവാനാണ്. ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ്റെ പ്രകാശവും ലോകത്തെ മുഴുവൻ ചുട്ടുചാമ്പലാക്കാൻ കഴിവുള്ള അഗ്നിയുടെ തേജസ്സും ഭഗവാന്റെ തന്നെയാണ്. പ്രപഞ്ചത്തിലെ മുഴുവൻ ഐശ്വര്യവും വീര്യവും തേജസ്സും ശ്രീത്വവും എന്നുവേണ്ട ഈ ലോകത്തിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സർവ ഗുണങ്ങളും ഭഗവാന്റെ തന്നെയാണ്. ആ ഭഗവാനെ വേറിട്ടൊന്നും തന്നെയില്ല. അതായത് സർവം ബ്രഹ്മമയം എന്ന് ഋഷികൾ പറയുന്നതും സർവം വസുദേവമയമെന്ന് ദേവകൾ കരുതുന്നതുമെല്ലാം ഭഗവാന്റെ മാഹാത്മ്യത്തിന് തെളിവാണ്. ഈ ഭഗവാനിലാണ് മേൽപ്പത്തൂർ തൻ്റെ പ്രാർത്ഥന അർപ്പിച്ച് ആശ്രയിക്കുന്നതും സേവിക്കുന്നതും. ലളിതമായി പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ അറിയാതെ, ഗുരുവായൂരപ്പൻ്റെ ഇച്ഛയില്ലാതെ, ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമില്ലാതെ ഒന്നും ഈ ഭൂമിയിലില്ല എന്ന് ലളിതമായ സാരം. അതുകൊണ്ട് ഭഗവാനെ വണങ്ങുക, ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അടിമയാകുക. ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കും. ഓം നമോ നാരായണായ.